ഹായ് ഫ്രണ്ട്സ്, എവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കഴിഞ്ഞ ലാബ് അറ്റൻഡർ എക്സാം, അതായത് ഇന്ന് രാവിലെ നടന്ന ലാബ് അറ്റൻഡർ എക്സാം, അത് LDC സെയിം സിലബസ് ആട്ടോ. LDC സെയിം സിലബസ് ആണ് ഈ ലാബ് അറ്റൻഡർ എക്സാമിന്. അപ്പം അതിൽ വരുന്ന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 ക്വസ്റ്റ്യൻസും അതിന്റെ ഡീറ്റെയിൽഡ് ആൻസറുമാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 75% ക്വസ്റ്റ്യൻസും SCRT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. SCRT 5 മുതൽ 10ാം ക്ലാസ് വരെ വരുന്ന അതിൽ വരുന്ന ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും ക്വസ്റ്റ്യൻസ്. അപ്പൊ SCRT മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യനും ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കണ്ണൂർ LDC എക്സാമിന് ഏത് വന്നു? നമ്മുടെ ജോമെട്രി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്നല്ല, പൊതുവേ നമ്മളൊക്കെ ജോമെട്രി ഒഴിവാക്കലാണ്. ഈ ജോമെട്രിക്ക് PSC ആയിട്ട് വലിയൊരു കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം മുന്നേ. പക്ഷെ ഇപ്പം ഒത്തിരി എക്സാംസിന് ജോമെട്രി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ. വൃത്തം തന്നിട്ട് അതിന്റെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക, വൃത്തത്തിന്റെ പരിവൃത്തവും അതുപോലെ ചക്രീയ ചതുർഭുജം, വൃത്തത്തിന്റെ ഉള്ളിൽ വരുന്ന ചക്രീയ ചതുർഭുജം, വൃത്തത്തിൽ വരുന്ന കോണുകൾ, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ജോമെട്രിയിലെ ഡീറ്റെയിൽഡ് ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. അടുത്ത കുറച്ച് ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ചെയ്യാനുണ്ട്. ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നടന്ന എക്സാമിന്റെ 10 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ് ABCDE. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ആയിരിക്കും ഇവയുടെ ശരാശരി ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് എല്ലാ സംഖ്യകളും കൂടി കൂട്ടുക, അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ B കറക്റ്റ് ആണ് അല്ലെ. എല്ലാ സംഖ്യകളും, അതായത് ഇവിടെ ABCDE ആണ്, അതെല്ലാം കൂടി കൂട്ടുക. 5 സംഖ്യകളാണല്ലോ, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ B കറക്റ്റ് ആണ്. പിന്നെ ഇവിടെ 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അതും കൂടി നോക്കണം. ഒറ്റ സംഖ്യകളാണെങ്കിൽ അതിന്റെ പ്രത്യേകതയുണ്ട്, അതിന്റെ മിഡിൽ ടേം എണ്ണം ഒറ്റയാണെങ്കിൽ കേട്ടോ. ഇവിടെ പിന്നെ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളാണ്. ഇവിടെ എണ്ണം ഒറ്റ സംഖ്യയാണ് അല്ലെ. 5 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ മിഡിൽ ടേം ആയിരിക്കും അതിന്റെ ആവറേജ്. അപ്പൊ അതും കറക്റ്റ് ആണ്. അതുപോലെ ഒറ്റ സംഖ്യകളാണെങ്കിൽ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ ടേം പ്ലസ് അവസാനത്തെ ടേം ബൈ 2 അങ്ങനെയും വരും. അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഇത് കറക്റ്റ് ആണോ എന്ന്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒറ്റ സംഖ്യകൾ 1, 3, 5, 7, 9. അപ്പൊ ഇവിടെ നമുക്ക് ആഡ് ചെയ്താൽ എത്ര വരിക? 1 + 3 4, 4 9 25 വരും അല്ലെ. 25/5 25/5 എത്രയാണ്? 5. മിഡിൽ ടേം അല്ലേ കിട്ടിയിരിക്കുന്നത്? മിഡിൽ ടേം ആണ്. അപ്പൊ മിഡിൽ ടേം ആണ് ആവറേജ്. ഇനി ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്ത് നോക്കാം. 1 + 9 10, 10/2 അത് എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പൊ ഈ ഒരു നമ്പറിന് മാത്രമേ ശരിയാവുള്ളൂ അല്ലെ. ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഏതൊറ്റ സംഖ്യ എടുത്താലും ഈ റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഒറ്റ സംഖ്യകൾ എടുക്കുമ്പോൾ 2n എന്ന് പറയുമ്പോൾ എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ എടുക്കാം, 2n + 1. അടുത്തത് 2n + 3. അടുത്തത് ഇത്ര വരെ മതി കേട്ടോ. ഞാൻ വെറുതെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടുന്നവർക്ക് ഇത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ 1 3 5 7 അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടുന്നവർ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ഒറ്റ സംഖ്യ 2n + 5. അടുത്തത് 2n + 7. അടുത്തത് 2n + 9. ഇങ്ങനെയാണ് 5 ഒറ്റ സംഖ്യകൾ വരിക. അടുത്ത ഒറ്റ സംഖ്യ വേണമെങ്കിൽ ഏതാ വരിക? 2n + 11 അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഇതിന്റെ സം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. മിഡിൽ ടേം ആയിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. സം ഇവിടെ 2n എല്ലാം കൂടി കൂട്ടുക, അതായത് 2n + 2n 4n 6n 8n 10n എന്ന് വരും. എന്നെല്ലാം കൂടി കൂട്ടിയാൽ 10n. സംഖ്യകൾ കൂട്ടിയാൽ 1 3 5 7 9 എത്രയാണ് വരിക? 25 വരും അല്ലെ. എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ എത്ര എണ്ണം ഉള്ളത്? 5. ഓരോന്നിനും ഹരിക്കുക. 10n ഹരിക്കണം 5, 10 ഹരിക്കണം 5 2. അപ്പൊ 2n എന്ന് വരും. പ്ലസ് 25/2 ഓരോ ടേമിനെയും 5 കൊണ്ട് ഹരിക്കുക കേട്ടോ. അപ്പൊ എത്ര വരും? 2n + 5. മിഡിൽ ടേം തന്നെ വന്നില്ലേ. ഇനി അതുപോലെ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും. ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 2n + 1 2n + 9 അല്ലെ. പ്ലസ് ഫസ്റ്റ് ടേം 2n + 1/2 എത്രയാണ് കിട്ടുക? 2n + 2n 4n എന്ന് വരും. 4n + 9 + 1 10/2 ഓരോന്നിനെയും 2 കൊണ്ട് ഹരിക്കുക. 4n ഹരിക്കണം 2 2n എന്ന് വരും. പ്ലസ് 10 ഹരിക്കണം 2 5. അത് മിഡിൽ ടേം തന്നെയല്ലേ വരിക. എങ്ങനെയാണെങ്കിലും മിഡിൽ ടേം തന്നെയാണ് വരിക. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ് കറക്റ്റ് അല്ലെ. ഓപ്ഷൻ D ആണ് കറക്റ്റ്. 3ഉം ശരിയാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട. ഇങ്ങനെ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് എടുത്ത് നോക്കുക. അതായത് 1 3 5 7 9 അതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ അപ്ലൈ ചെയ്താൽ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. അല്ലാതെ ഇത് കാണുമ്പോൾ പലർക്കും ഡൗട്ട് ആയിരിക്കും. അധികം ആൾക്കാർ ഓപ്ഷൻ B എഴുതിയിട്ടുണ്ടാവും. എയും സിയും ഡൗട്ട് ഉണ്ടാവും, അവർ നോക്കിയിട്ടേ ഉണ്ടാവില്ല. എല്ലാവരും എങ്ങനെയാണ്? ആവറേജ് ശരാശരി കണ്ടുപിടിക്കുക, എല്ലാം കൂടി കൂട്ടുക, അതിന്റെ എണ്ണത്തോണ്ട് ഹരിക്കുക. അങ്ങനെയാണ് പണ്ടേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ.
ഒറ്റ സംഖ്യക്ക് ഈ പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക അല്ലെ. 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് തീവണ്ടികൾ. അപ്പൊ രണ്ട് തീവണ്ടികളുണ്ട്. രണ്ട് തീവണ്ടികളുടെ നീളവും തന്നിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തത് 250 മീറ്റർ ആണ്, അടുത്തത് കുറച്ചും കൂടി വലുതാണല്ലേ, അടുത്തത് 320 മീറ്റർ. അതായത് സെക്കൻഡിന് ബോഗിന്റെ എണ്ണം കുറച്ച് കൂടുതലാണ് അല്ലെ. അപ്പോൾ എതിർദിശയിലാണ്, ഒന്ന് ഇങ്ങോട്ടേക്കാ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നേരെ ഓപ്പോസിറ്റ്, രണ്ട് ട്രാക്കിലേക്കൂടെ പോകുന്നത്, ഒന്ന് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് പോവുക. അപ്പൊ ഇവിടെ 250 മീറ്റർ 320. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ തീവണ്ടികളുടെ നീളമാണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക കേട്ടോ. തീവണ്ടികളുടെ നീളമാണ് ഇവിടെ ഡിസ്റ്റൻസ്, നീളം. അപ്പൊ എത്ര വരിക, രണ്ടും കൂടി കൂട്ടുക. എതിർദിശയിലായതുകൊണ്ട് തന്നെ രണ്ടും കൂടി കൂട്ടുക. 250 പ്ലസ് 320, 250 പ്ലസ് 320. എതിർദിശയിലായതുകൊണ്ട് കേട്ടോ കൂട്ടുന്നത്. എത്രയാ വരിക, 570 മീറ്റർ ആണ് അല്ലെ, മീറ്റർ. ഇനി അടുത്തത് നോക്കുക, മണിക്കൂറിൽ 60 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് വേഗത. അതായത് ഇവിടെ ആപേക്ഷിക വേഗത എത്രയാണ്, ആപേക്ഷിക വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 60 കിലോമീറ്റർ 50 കിലോമീറ്റർ. അതായത് ഇവിടെ രണ്ടും കൂടി കൂട്ടുക അല്ലെ, 60 പ്ലസ് 50, 60 പ്ലസ് 50 എത്രയാ വരിക, 110 അല്ലെ. 110 മണിക്കൂറിലാണ്, അതായത് കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിൽ ഇത്രയും കിലോമീറ്റർ. അപ്പൊ ഇവിടെ നമ്മുടെ ഇനി ഓപ്ഷൻ നോക്കുക, ഓപ്ഷനൊക്കെ സെക്കൻഡിലാണല്ലേ ഉള്ളത്. അപ്പൊ ഈ യൂണിറ്റ് എന്തിലേക്ക് മാറ്റണം, കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏതുകൊണ്ടാ ഗുണിക്കുക, 110 ഗുണിക്കണം 5/18 അല്ലെ, 5/18 അത്രയും മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓൾറെഡി ഡിസ്റ്റൻസ് മീറ്ററിലാണ്, അതിനൊന്നും ചേഞ്ച് ആക്കണ്ട. ഇനി നമുക്ക് സമയം കണ്ടുപിടിക്കാം അല്ലെ. സമയം എന്ന് പറയുന്നത്, സമയം എങ്ങനെയാണ്, എന്താ ഇക്വേഷൻ, നീളം ബൈ, അതായത് ദൂരം ബൈ വേഗതയാണ്. ദൂരം 570 ആണ് അല്ലെ, 570 ബൈ 110 ഗുണിക്കണം 5/18. 18 നമുക്കിപ്പോ മുകളിൽ എഴുതാം അല്ലെ, വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ 5ഉം 570, 155 4 വരും അല്ലെ, 4. അതുപോലെ 18ഉം 110 ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ, രണ്ടിനെ കൊണ്ട്. 9 2 18 ആണ്. ഇവിടെ ചെയ്യുമ്പോൾ 5 2 10, 5 2 10. 114 ഗുണിക്കണം 9/55. വേറെ ഒരു രക്ഷയില്ല, ഇത് കാൽക്കുലേഷൻ ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ വേറെ ഒരു മെത്തേഡും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. ഡയറക്റ്റ് 114 ഗുണിക്കണം 9 ഹരിക്കണം 55 ചെയ്യുക, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 114 55 കൊണ്ട് ഹരിക്കുക, ആ കിട്ടിയ ആൻസറിന് 9 കൊണ്ട് ഗുണിക്കുക കേട്ടോ. എങ്ങനെ ചെയ്താലും നമുക്ക് ഇതുവരെ കുറച്ചൊരു കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചെയ്ത് നോക്കുക, ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ വരിക 18 അപ്രോക്സിമേറ്റ് വാല്യൂ ആട്ടോ, 18.6 സെക്കൻഡ് എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, 18.6 സെക്കൻഡ്. അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ കാൽക്കുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. 4/88 4 പ്ലസ് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 എല്ലാം 4/88 ആണ് അല്ലെ, സമം 4k ആയാൽ k യുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എത്ര 4/88 ഉണ്ട്, 1 2 3 4 4 അത് ഇവിടെ 4 പെന്നുണ്ടെങ്കിൽ നമ്മൾ 4 പെന്ന് എഴുതും അല്ലെ. ഒരു ടേബിളിന്റെ മുകളിൽ ഒരു 4 പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി നമ്മളതിൽ എത്ര പെന്നുണ്ട് എന്നാ പറയാ, ഒരു പെന്ന് അങ്ങനെയാണോ പറയാ, അല്ല അല്ലെ, അത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 4 പെന്ന് എന്നാ പറയാം. അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 4/88 4/88 4/88. എത്ര 4/88 ഉണ്ട്, 4/88 ഉണ്ട്. പെന്നിൻ്റെതൊക്കെ ജസ്റ്റ് മനസ്സിലാവാൻ പറഞ്ഞു തരുന്ന കേട്ടോ. സമം 4k എഴുതാം. ഈ 4 എന്ന് പറയുന്നത് 4/1 ആണ്. 4 അതിന്റെ പവർ 1 ആണ്. നമുക്കൊരു എക്സ്പൊണൻഷ്യൽ ലോ ഉണ്ട്, a⁻m × a⁻n. അതായത് ഇവിടെ ബേസ് സെയിം, പവർ ഡിഫറെന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ബേസ് നമുക്ക് പവേഴ്സ് ആഡ് ചെയ്യാം, m + n, a⁻m × a⁻n a⁻m+n. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 4/1 × 4/88 4/1 + 88 89 സമം 4k. അപ്പൊ ഇവിടെ ബേസ് 2ഉം 4 അല്ലേ, അങ്ങനെയാണെങ്കിൽ അതിന്റെ പവേഴ്സും സെയിം ആയിരിക്കും. അതിൽ നിന്ന് കിട്ടും k = 89. ബേസ് സെയിം ആയതുകൊണ്ടാട്ടോ ഇവിടെ 4/89
4 റേസ്റ്റ് കെ ബേസ് സെയിം ആണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ പവേഴ്സ് സെയിം ആയിരിക്കും. അപ്പൊ കെ സമം 89. ഓപ്ഷൻ ബി എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ, 89. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാൻ ആരാണ്? ഈ 4 ഓപ്ഷനിൽ ഏതോ ഒരു ഓപ്ഷൻ ഒരു ലോ ഫോളോ ചെയ്യില്ല, ബാക്കിയൊക്കെ സെയിം ലോ ഫോളോ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ മിഡിൽ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 4, 36, 25, 16 എന്താണ്? എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലെ. 4 2ന്റെ സ്ക്വയർ ആണ്, 36 6ന്റെ സ്ക്വയർ ആണ്, 25 5ന്റെ സ്ക്വയർ ആണ്, 16 4ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടി ഒന്നിക്കൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക, അതും ഈ പെർഫെക്റ്റ് സ്ക്വയറും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാവും. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 9 - 7 ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം അല്ലെ. 9 - 7 2. 2ന്റെ സ്ക്വയർ എത്രയാണ്? 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ അതാണ് മിഡിൽ നമ്പർ. അടുത്തത് നോക്കാം. അടുത്തത് 13 - 7. 13 - 7 എത്രയാണ്? 13 - 7 6 ആണ് വരുന്നത് അല്ലെ. 6ന്റെ സ്ക്വയർ 36. അതും കറക്റ്റ് ആണ്. അടുത്തത് 5ഉം 9ഉം ആണ് അല്ലെ. 9 - 5. 9 - 5 4 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 16 ആണോ? അല്ല അല്ലെ. അപ്പൊ നമുക്ക് ഫോർത്ത് വണ്ണും കൂടി ചെയ്ത് നോക്കാം. സി ആണെന്ന് ഉറപ്പിക്കാൻ വരട്ടെ. അടുത്തതും കൂടി ചെയ്ത് നോക്കാം. 11 - 7. 11 - 7 എത്രയാണ്? 4. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പൊ 16 തന്നെയാണ്. അപ്പൊ ഏതാണ് ഇവിടെ ഒറ്റയാൻ? ഒറ്റയാൻ സി ആണ് ഒറ്റയാനായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻറ്റു എന്ന ചിഹ്നം പ്ലസിനെയും ഇൻറ്റു എന്നതിലേക്ക് മാറ്റണം, പ്ലസിലേക്ക് മാറ്റണം, പ്ലസിനെ ഹരിക്കലാക്കുക, മൈനസിനെ ഇൻറ്റു ആക്കുക, ഹരിക്കണം മൈനസ് എന്നിങ്ങനെ സൂചിപ്പിച്ചാൽ താഴെ തന്ന പ്രസ്താവനയിൽ തെറ്റ് ഏത്? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം സെയിം സൈൻ ആണ് അല്ലെ. 6 × 4 5 ഇൻറ്റു പിന്നെ മൈനസ് പിന്നെ പ്ലസ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? തെറ്റിപ്പോവും അല്ലെ. ഇല്ലെങ്കിൽ അപ്പൊ നമുക്ക് നമ്പേഴ്സ് മാത്രം എടുത്ത് എഴുതാം. 6 4 5 2 1. 6ന് അതായത് ഇൻറ്റുക്ക് പകരം എന്ത് കൊടുക്കുക? ഇൻറ്റുക്ക് പകരം പ്ലസ് കൊടുക്കുക. 4 മൈനസ് ആണ്, മൈനസിന് പകരം എന്നാ കൊടുക്കേണ്ടത്? മൈനസ് എന്ന ചിഹ്നത്തിന് പകരം ഇൻറ്റു കൊടുക്കുക അല്ലെ. മൈനസ് എന്ന ചിഹ്നം ഇൻറ്റുവിനെയും, ഇനി അടുത്തത് പ്ലസ് ആണ്, പ്ലസ് എന്താണ് കൊടുക്കേണ്ടത്? പ്ലസിനെ ഹരിക്കലാക്കുക അല്ലെ, ഹരിക്കണം. ഇനി അടുത്തത് ഹരിക്കണം മൈനസ് ആക്കുക, മൈനസ്. എത്രയാ കിട്ടുക? നമുക്ക് ചെയ്തു നോക്കാം അല്ലെ. എന്ത് ചെയ്യണം? ആദ്യം ഹരിക്കല ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 6 + 4 × 5/2 എന്ന് എഴുതാം. /2 - 1. അപ്പൊ ഇവിടെ 4ഉം 2ഉം സിംപ്ലിഫൈ ചെയ്യുക, 10 വരും. 6 + 10 - 1. 6 + 10 16. 16 - 1 15. അത് തന്നെയാണ് അല്ലെ കിട്ടുന്നത്, 15. അടുത്തതും അതേപോലെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഇല്ലേ, അതൊട്ട് നമുക്ക് ചെയ്യാം. അതായത് ഇവിടെ വരിക 5 + 4 × 5/2 അല്ലെ. /2 - 1 എന്ന് വരും. അപ്പൊ എത്രയാ വരിക? സിംപ്ലിഫൈ ചെയ്യാം, 2 വരും. 5 + 10 - 1. 5 + 10 15. 15 - 1 14. അപ്പൊ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ് വരുന്നത്. ഇനി അടുത്തത് നോക്കുക. സി 6 + 4 × 5. പിന്നെ അടുത്തത് വരുന്നത് ഹരിക്കണം അല്ലെ. ഹരിക്കണം 2 - 2. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുക. എത്ര വരും? 6 + 10 16. 16 - 2 16 - 2 14. അതും കറക്റ്റ് ആണ് അല്ലെ. ഇനി അടുത്തത് ഡി ആണെന്ന് ഉറപ്പിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 6 + 4 ഗുണിക്കണം 5/2 - 3 എന്ന് വരും അല്ലെ. അപ്പൊ ഇവിടെ 6 + 10 - 3. 6 + 10 16. 16 - 3 എത്രയാണ്? 16 - 3 13. 13 ആണോ ഇവിടെ ഉള്ളത്? 12 ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റോങ് ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2n - 2n - 2 = 96 ആയാൽ n-ന്റെ വില എന്ത്? n-ന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 96 നമുക്ക് ഫസ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ 2ന്റെ പവേഴ്സ് ആക്കി എഴുതാൻ പറ്റുമോ നോക്കാം അല്ലെ.
96. 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 2 8 16 ആകും. എത്ര വരും? 8 2 16. വീണ്ടും നമുക്ക് 2നെ കൊണ്ട് ചെയ്യാം. 2 2 4 2 8. വീണ്ടും 2നെ കൊണ്ട് ചെയ്യുമ്പോൾ 12 വരും. വീണ്ടും 2നെ കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരും? 6 വരും അല്ലെ. വീണ്ടും 2നെ കൊണ്ട് ചെയ്യുമ്പോൾ 3 വരും. അപ്പോൾ 96 നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4 5. അതായത് ഇവിടെ നമുക്ക് വരിക 2 raised to n minus 2 raised to n minus 2 സമം എത്ര 2 ഉണ്ട്? 1 2 3 4 5. അതായത് 2 raised to 5 into 3 എന്ന് എഴുതാം അല്ലേ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ n minus 2 ഫസ്റ്റ് 2 raised to n ആണല്ലോ, അതിനെ ഞാനൊന്ന് മാറ്റി എഴുതുക. ഇങ്ങനെ എഴുതുക. അതായത് ഒരു -2 കൂടി കൊടുക്കുക, ഒരു +2 കൂടി കൊടുക്കുക. എന്തായാലും -2 +2 0 ആയിട്ട് പോകും അല്ലെ. 0 ആയിട്ട് പോകും. അതായത് ഈ ടേമിലും ഫസ്റ്റ് ടേമിലും n-2 വന്നു, സെക്കൻഡ് ടേമിലും n-2 വന്നു. അപ്പോൾ 2 raised to n-2 ഞാനൊന്ന് ഔട്ട്സൈഡ് എടുക്കുക. ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ബാക്കി എത്രയാ വരിക? ബാക്കി ഫസ്റ്റിൽ 2 raised to 2 ആണ് ഇവിടെ ബാക്കിയുള്ളത്. സെക്കൻഡിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? 1 കൊടുക്കുക അല്ലെ. 1. അത് ഈ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ആൻസർ തന്നെ കിട്ടണ്ടേ, അതുകൊണ്ട് 1 എന്ന് കൊടുക്കും. This is equal to 2 raised to 5 into 3. ഇനി 2 raised to 2 എന്ന് പറയുന്നത് 4 ആണ്. 4 minus 1 3 ആണ്. അതായത് 2 raised to n-2 into 3 സമം 2 raised to 5 into 3 എന്ന് വരും അല്ലെ. അതായത് ഈ 3യും 3യും ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ ഇവിടെ 2 raised to n-2 സമം 2 raised to 5 ആണ്. ബേസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പവേഴ്സും സെയിം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? n-2 സമം 5 ആണ് കിട്ടുക അല്ലെ. അപ്പൊ ഇവിടുന്ന് n എത്ര കിട്ടും? n-ന്റെ വാല്യൂ 5 + 2 7 ആണ്. 5 + 2 7. 7 ഓപ്ഷനിലുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇവയൊന്നും അല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവ ഒന്നും അല്ല. n-ന്റെ വാല്യൂ എത്രയാണ്? 7 ആണ് വരുന്നത്. 7 ഓപ്ഷനിലില്ല. അതുകൊണ്ട് n-ന്റെ വാല്യൂ എത്രയാണ്? 7. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവ ഒന്നും അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് 1 + 3 + 5 + 7 + etc + 101ന്റെ വില എത്രയായിരിക്കും? അതായത് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒറ്റ സംഖ്യകളാണ് അല്ലെ. 1 3 5 7. അത് തുടർച്ചയായ 101, 1 മുതൽ 101 വരെയുള്ള ഒറ്റ സംഖ്യകൾ. അപ്പൊ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. n². ഈ n എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ സംഖ്യകളുടെ എണ്ണാണ്. ഏറ്റവും ലാസ്റ്റത്തെ ടേം അല്ല കേട്ടോ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. 1 3 5. ഇതിന്റെ തുക എത്രയായിരിക്കും വരിക? അതായത് ഇവിടെ 3 ഒറ്റ സംഖ്യകളാണുള്ളത്. അതായത് 3² 9. 9 തന്നെയല്ലേ കിട്ടുക? 1 3 4 4 5 9. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ലാസ്റ്റത്തെ ടേം പ്ലസ് ആദ്യത്തെ ടേം ബൈ 2. അതായത് 102/2 51 എന്ന് വരും. 51 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പൊ നമുക്ക് റൂട്ട് അതേപടി എടുത്ത് എഴുതാം. റൂട്ടിന്റെ ഉള്ളിലുള്ള ക്രിയ ആദ്യം ചെയ്യാം. 1 3 5 7 etc 101. അപ്പൊ അതിന്റെ തുക എന്തായിരിക്കും? 51². പണ്ട് മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ രണ്ടും ഒഴിവായി പോകും. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. എത്രയാ വരിക? 51. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇത് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് ഡിലീറ്റഡ് ആണ്. അപ്പൊ ആൻസർ കീ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകും. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത്? 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട്. 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യയുണ്ട്. ഇനി നോക്കുക, 1 മുതൽ 100 വരെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? അതായത് 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകളും 51 മുതൽ 100 വരെ 51 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 10. അതായത് 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 25 അഭാജ്യ സംഖ്യ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലെ. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഇനി അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലുമില്ല. അഭാജ്യ സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏതിലാണ്? 2ലാണ് അല്ലെ. 2, പിന്നെ അടുത്തത് 3 വരും, 5 ഇങ്ങനെ പോകുന്നതാണ് അഭാജ്യ സംഖ്യകൾ. അതായത് അതിന്റെ ഫാക്ടേഴ്സ് ആ നമ്പറും 1 മാത്രമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 2 ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ. അപ്പൊ തേർഡ് ഓപ്ഷൻ റോങ് അല്ലെ. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. ഇരട്ട സംഖ്യ ഉണ്ടല്ലേ. ഏത് ഇരട്ട സംഖ്യയാണ്? 2 ഇരട്ട സംഖ്യയാണ്. അതായത് അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? 2 ആണ്. അപ്പൊ ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലെ. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. ഏതാണത്? ഒരു ഇരട്ട സംഖ്യ 2 ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ ഓപ്ഷൻ ആണ്? 2ഉം 4ഉം ആണ് ശരി. 2ഉം 4ഉം ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2ഉം 4ഉം ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുന്നേ എങ്ങനെയാണ് ഈ അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നൊന്ന് പറഞ്ഞു തരാം കേട്ടോ. 1 മുതൽ 100 വരെ
1 മുതൽ 100 വരെ അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഇവിടെ നമുക്ക് 2, 3 അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് 6ന്റെ ഗുണനപ്പട്ടിക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. 6ന്റെ ഗുണനപ്പട്ടിക 1 6 6 2 6 12 അങ്ങനെ എത്ര എഴുതുക 100 വരെ എടുത്ത് എഴുതുക. നമ്മളിവിടെ 6ന്റെ ഗുണനപ്പട്ടിക എഴുതി അല്ലെ. 100 വരെ 6ന്റെ ഗുണനപ്പട്ടിക എഴുതി. ഇത് നമ്മൾ ചെയ്യേണ്ടത് 6ന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന നമ്പേഴ്സ് എഴുതുക. അപ്പോൾ 6ന്റെ ലെഫ്റ്റിൽ 5 വരും, പിന്നെ അടുത്തത് 7 വരും. ഈ 5ഉം 7ഉം പ്രൈം നമ്പർ ആണ്. അടുത്തത് 12 ആണ്. 12ൻ്റെത് 11 വരും, 13 അത് പ്രൈം നമ്പർ ആണ്. അടുത്തത് 18ൻ്റെത് അല്ലെ. എത്ര വരിക 17 വരും, പിന്നെ 19 വരും. അടുത്തത് 24, 24ൻ്റെത് 23 വരും, 25 എഴുതണ്ട കേട്ടോ. 25 5 എല്ലാ നമ്പറും ഇല്ല. മാക്സിമം നമ്പേഴ്സ് 6ന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന 6ന്റെ ഗുണിതങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്നത് പ്രൈം നമ്പേഴ്സ് ആണ്. കുറച്ച് നമ്പേഴ്സ് ഒഴിവാക്കി കളയാ കേട്ടോ. അതുപോലെ ബാക്കിയെല്ലാം ഒന്ന് എഴുതി നോക്കാം നമുക്ക്. 50 വരെ ഞാൻ എഴുതി അല്ലെ. 50 വരെ എത്ര എണ്ണം ഉണ്ട്? 50 വരെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതായത് 50 വരെ 15 അഭാജ്യ സംഖ്യകളാണുള്ളത്. ഏതൊക്കെയാണത്? 2 3 5 7 11 13 17 19 23 29 31 37 41 43 47 അങ്ങനെ 15 അഭാജ്യ സംഖ്യകളുണ്ട്. ഇനി 51നും 100നും ഇടയിൽ ഇപ്പൊ ഇവിടെ എഴുതാം 53 54 55 വരൂല അല്ലെ. പിന്നെ അടുത്തത് വരെ 59 വരും, 61 വരും. അതുപോലെ ബാക്കി എടുത്ത് എഴുതുക കേട്ടോ. അടുത്തത് 65 ആണ്. 65 വരൂല അല്ലെ. പിന്നെ 67 വരും. 51 മുതൽ 100 വരെ എത്ര എണ്ണം ഉണ്ട്? 53 വരും, 59 61 67 71 73 79 83 89 97 എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 10. അതായത് 50നും 100നും ഇടയിൽ 50നും 100നും ഇടയിൽ 10 അഭാജ്യ സംഖ്യകൾ. അതുകൊണ്ട് തന്നെ 1നും 100നും ഇടയിൽ 1നും 100നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 15 + 10 25 അഭാജ്യ സംഖ്യകളാണുള്ളത്. അപ്പൊ ഈ മെത്തേഡ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അഥവാ ഇൻ കേസ് അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 50 വരെയുള്ളതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. കുറെ ക്വസ്റ്റ്യൻസ് ഈ പ്രൈം നമ്പേഴ്സായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അറിയാത്തവർ ഈ മെത്തേഡ് ഒന്ന് പഠിച്ചു വെക്കുക. ഇനി പിന്നെ നമുക്ക് ഒരു 60നും 70നും ഇടയിൽ വരുന്ന അഭാജ്യ സംഖ്യ ഏതാണ്? അപ്പൊ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം അല്ലെ. 60നും 70നും ഇടയിൽ 6ന്റെ ഗുണിതങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് അത് എഴുതിയിട്ട് അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്തിൽ ഇങ്ങനെ എഴുതിയാൽ കുറെ ടൈം വേസ്റ്റ് ആണ്. ഏതിന്റെയും ഇടയിൽ വരുന്ന അഭാജ്യ സംഖ്യ കണ്ടുപിടിക്കാൻ, അതായത് 100 പിന്നെ ഒരു 90നും 96നും ഇടയിൽ വരുന്ന അഭാജ്യ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അഭാജ്യ സംഖ്യ ഇല്ല അല്ലെ. 90നും 96നും ഇടയിൽ അഭാജ്യ സംഖ്യ ഇല്ല. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെറിയ നമ്പേഴ്സ് ഏതെങ്കിലും 2 നമ്പേഴ്സ് വന്നിട്ട് അതിന്റെ ഇടയിലുള്ള അഭാജ്യ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 3 9 15 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക. അപ്പൊ ശ്രേണി എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? 3 9 15 എക്സെട്ര 3 9 15 എക്സെട്ര ആദ്യത്തെ 30 പദങ്ങൾ, അതായത് A30 വരെ ഇതിന്റെ സം ഒരു സംഖ്യ കിട്ടും അല്ലെ. സം. പിന്നെ അടുത്ത 30 പദങ്ങൾ, അതായത് A31 A32 A33 അങ്ങനെ 30 പദങ്ങളുടെ തുകയും കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ എന്താ കിട്ടുകയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് ചെയ്യുകയും വേണ്ട, തുക കണ്ടുപിടിക്കുകയും വേണ്ട. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് നമ്മുടെ AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണി അല്ലെ. 10ാം ക്ലാസ്സിൽ വരുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിൽ വരുന്ന ചാപ്റ്റർ ആണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണി. അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ ഇവിടെ സമാന്തര ശ്രേണിയുടെ nth ടേം കണ്ടുപിടിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം. nth ടേം എങ്ങനെ കണ്ടുപിടിക്കുക? n-ാം പദം എന്നത് A + n-1 × d ആണ്. A + n-1 × d. A എന്ന് പറയുന്നത് ആദ്യ പദം, n എത്ര അക്കങ്ങൾ എത്ര എണ്ണം ഉണ്ട് n, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അപ്പൊ ഇവിടെ നമുക്ക് A31 കണ്ടുപിടിക്കാം അല്ലെ. 31ാമത്തെ പദം കണ്ടുപിടിക്കാം. ആദ്യ പദം എത്രയാണ്? 3 ആണ് അല്ലെ. അത് എപ്പോഴും 3 തന്നെയായിരിക്കും. +n-1 അതായത് 31 - 1 30 ഗുണിക്കണം പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക? 3 9 15. 3നോട് എത്ര കൂട്ടിയാലും 9 വരിക? 6 അല്ലെ. 9നോട് 6 കൂട്ടിയാൽ 15. അതായത് 6 കൂട്ടിയിട്ടാണ് ഈ ശ്രേണി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് 6 എന്ന് കൊടുക്കാം.
അപ്പൊ 30ാമത്തെ പദം എന്ന് പറയുന്നത് 3 18 അല്ലെ 180 പ്ലസ് 3 183 വരിക. അപ്പൊ 30ാമത്തെ പദം A31 പകരം നമുക്ക് എന്ത് എഴുതാം? A31 പകരം നമുക്ക് എത്ര എഴുതാം? 183 അല്ലെ 183. അടുത്ത എത്രയായിരിക്കും വരിക? 183 6 കൂട്ടുമ്പോൾ 189. എങ്ങനെയാണ് പദം പോകുക? ഇനി ഇവിടെ ഫസ്റ്റ് പദം 3 ആണ്, 31ാമത്തെ പദം 183. അപ്പൊ ഫസ്റ്റ് അതായത് ഈ വലുതെന്ന് ചെറുത് കുറക്കല്ലേ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റും 31ാമത്തെ പദവും 31ാമത്തെ പദവും കണക്ട് ചെയ്യുക. രണ്ടാമത്തെ പദവും 32ാമത്തെ പദവും കണക്ട് ചെയ്യുക. അതിൽ നിന്ന് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 183 3 മൈനസ് ചെയ്യുമ്പോൾ 180 എന്ന് വരും. അടുത്തത് 189 9 മൈനസ് ചെയ്യുക. അപ്പൊ 180. അപ്പൊ എല്ലാം 180 വരിക കേട്ടോ. 180. എത്ര 180 ഉണ്ടാവും ഇവിടെ? 30 പദങ്ങളുണ്ട്. രണ്ടിലും 30 പദങ്ങളുണ്ട്. അതായത് 30 180 ഉണ്ടാവും. ഇത് കൂട്ടിയാൽ മതിയില്ലേ? അതായത് 30 ഗുണിക്കണം 180. 30 ഗുണിക്കണം 180. 2 0 കൊടുക്കാം. 18 ഗുണിക്കണം 3 54. 5400 ആണ് വരിക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ, ഒരു 2 0 അധികമായി പോയി അല്ലെ ഓപ്ഷന്. അപ്പൊ ഇതും ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഓപ്ഷനിലില്ല. അവർക്ക് 2 0 ഇട്ടപ്പോഴെല്ലാം അധികമായി പോയി അല്ലെ. എല്ലാത്തിലും 2 0 മൈനസ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ 5400. അപ്പൊ ഇതും ഡിലീറ്റ് ചെയ്യും. ആൻസർ കീ വരുമ്പോഴേ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അടുത്തത് നോക്കാം. ഒരു ദിവസം ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിന്റെ സമയവും എത്ര തവണ തുല്യമാകും? ഇത് മൈൻഡിലൊക്കെ നമ്മൾ കയറ്റി വെച്ച കാര്യങ്ങളാണ് അല്ലെ. ഇതല്ലാണ്ട് വേറെ ഇക്വേഷനോ ഒന്നുമില്ല, ബൈഹാർട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. എത്രയാണ്? 4. എങ്ങനെയാണ് 4 വരുന്നത്? ഇപ്പൊ ക്ലോക്ക് എടുക്കുക അല്ലെ. ഏതൊക്കെയായിരിക്കും? 6 6 അല്ലെ. അത് ഇവിടെ 12 വരും, 6 വരും അല്ലെ. 6 6 വരുമ്പോൾ എന്തായിരിക്കും? പ്രതിബിംബത്തിന്റെ സമയവും 6 മണി അല്ലെ. പ്രതിബിംബത്തിന്റെ സമയവും ക്ലോക്കിലെ സമയവും കറക്റ്റ് ആയി. അതായത് രാവിലെ 6 മണി ഉണ്ടാവും, വൈകുന്നേരം 6 മണി ഉണ്ടാവും. അങ്ങനെ ഇവിടെ 2 തവണ. പിന്നെ അടുത്ത ഏത് വരും? അടുത്തത് 12 വരാം അല്ലെ. 12 അല്ലെ. 12 രണ്ടും കറക്റ്റ് ആയിട്ട് വരാം. 12 മണി എന്ന് പറയുന്നത്. അപ്പൊ രാവിലെ 12 മണി ഉണ്ടാകും, രാത്രി 12 മണി ഉണ്ടാകും. അങ്ങനെ അതും 2 തവണ. അപ്പൊ ടോട്ടൽ എത്ര തവണ? 2 + 2 4 തവണയാണ് ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിന്റെ സമയവും തുല്യമായി വരുന്നത്. അപ്പൊ ഇത്രയുമാണ് 10 ക്വസ്റ്റ്യൻസ്. എല്ലാ 2-3 ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ SCRT കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇപ്പൊ എല്ലാ എക്സാമിനും ഇതേപോലെയാണ് ചോദിച്ചു കാണുന്നത് അല്ലെ SCRT. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ കണ്ണൂർ കൊല്ലം LDC എക്സാമിന് ഏത് വന്നു? ജോമെട്രി വന്നു. നമ്മൾ ഒരു കാലത്ത് PSCക്ക് നമ്മൾ ജോമെട്രി എന്ന് പറയുന്ന ഭാഗം അപ്പാടെ ഒഴിവാക്കിയതാണ്. PSCക്ക് ഒരു ക്വസ്റ്റ്യനും വരാറില്ല അല്ലെ. അപ്പൊ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ഒരു സർക്കിൾ വന്നിട്ട് അതിന്റെ ആംഗിൾ ഒക്കെ കണ്ടുപിടിക്കാൻ വന്നത് 10th വരുന്നതാണ് കേട്ടോ. 10th വൃത്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതിന്റെ കുറച്ച് ക്ലാസ് വഴിയെ വരുന്നുണ്ട്, കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ത്രികോണം മുതൽ ബാക്കി ഓരോ രൂപങ്ങളും, പഞ്ചഭുജം, ഷഡ്ഭുജം, ജനറൽ ആയിട്ട് 4 സൈഡ് വരുന്നത്, ചതുർഭുജം, അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ ഒന്നും മിസ് ചെയ്യാതെ കാണുക കേട്ടോ. ത്രികോണത്തിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പൈതഗോറസ് ത്രയങ്ങള്, ത്രികോണത്തിന്റെ അത് കണക്ട് ചെയ്ത് വിട്ടിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു.